എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഹിസ്റ്ററി, അതിലെ കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്ന ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കി പോവാം. കേരളത്തിന്റെ മധ്യകാലം എന്നറിയപ്പെടുന്നത് CE 8 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടാണ്. കേരളത്തിന്റെ മധ്യകാലം എന്നറിയപ്പെടുന്നത് CE 8 മുതൽ 18 വരെ. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരണങ്ങൾ ലഭിക്കുന്നത് പ്രധാനമായും എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ വട്ടെഴുത്ത് ലിഖിതങ്ങളിൽ നിന്നാണ്. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വട്ടെഴുത്ത് ലിഖിതങ്ങളിൽ നിന്നാണ്. സ്വിസ്തി രാജാവ് സ്ഥാണുരവി പല നൂറായിരം വർഷങ്ങൾ സ്ത്രീകളെ എതിർത്ത് കീഴ്പ്പെടുത്തി ഭരിക്കാനുള്ള വർഷങ്ങളിൽ പോയ വർഷം 5 ഈ ആണ്ടിൽ വേണാട് വാഴുന്ന അയ്യനടികൾ തിരുവടിയും. ഇത് ഏത് ലിഖിതത്തിന്റെ പരിഭാഷയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരിസാപ്പള്ളി ശാസനത്തിന്റെ പരിഭാഷയാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്, അതൊന്ന് വെറുതെ വായിച്ചു പോയാൽ മതി. തരിസാപ്പള്ളി ലിഖിതങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ലിപി ഏതാന്ന് ചോദിച്ചാൽ വട്ടെഴുത്ത് ലിപിയാണ്. തരിസാപ്പള്ളി ലിഖിതങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ലിപി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വട്ടെഴുത്ത് ലിപിയാണ്. തരിസാപ്പള്ളി ശാസനം ഏതു ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ഥാണുരവി. തരിസാപ്പള്ളി ശാസനം ഏത് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ഥാണുരവി. സ്ഥാണുരവി വർമ്മയുടെ എത്രാമത് ഭരണവർഷത്തിലാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്? 5ാമത്തെയാണ്. സ്ഥാണുരവി വർമ്മയുടെ എത്രാമത് ഭരണവർഷത്തിലാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്? 5ാമത്. തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയ വർഷം CE 849. തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയ വർഷം CE 849. കൃഷി ചെയ്യുന്ന തൊഴിൽക്കൂട്ടങ്ങളുടെ കുടുംബങ്ങൾ അറിയപ്പെടുന്നത് കുടി എന്നായിരുന്നു. കൃഷി ചെയ്യുന്ന തൊഴിൽക്കൂട്ടങ്ങളുടെ കുടുംബങ്ങൾ അറിയപ്പെടുന്നത് കുടി എന്നായിരുന്നു. കുടിയുടെ അധിപനാണ് കുടിപതി. കുടിയുടെ അധിപനാണ് കുടിപതി എന്നറിയപ്പെട്ടിരുന്നത്. നിരവധി കുടികൾ ചേർന്ന് രൂപപ്പെടുന്നത് ഊരാണ്. നിരവധി കുടികൾ ചേർന്ന് രൂപപ്പെടുന്നത് ഊര്. ഊരിന്റെ അധിപന്മാരാണ് ഊരാളർ എന്നറിയപ്പെട്ടിരുന്നത്. ഊരിന്റെ അധിപന്മാരാണ് ഊരാളർ എന്നറിയപ്പെട്ടിരുന്നത്. നിരവധി ഊരുകൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് നാട് എന്ന് പറയുന്നത്. നിരവധി ഊരുകൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് നാട്. നിരവധി ഊരുകൾ ചേർന്ന് എന്താവും? നാടായിട്ട് മാറുന്നു. നാടുകൾക്ക് മേൽ അധികാരമുണ്ടായിരുന്നവർ നാടുവാഴികളാണ്. നാടുകൾക്ക് മേൽ അധികാരമുണ്ടായിരുന്നവർ നാടുവാഴികൾ. മധ്യകാലത്തെ നാടുകളെല്ലാം കേരളം ഭരിക്കുന്ന പെരുമാക്കന്മാരുടെ കീഴിലായിരുന്നു. അവരുടെ ആസ്ഥാനം മഹോദയപുരം, കൊടുങ്ങല്ലൂർ. മധ്യകാലത്തെ നാടുകളെല്ലാം കേരളം ഭരിക്കുന്ന പെരുമാക്കന്മാരുടെ കീഴിലായിരുന്നു. അവരുടെ ആസ്ഥാനമാണ് മഹോദയപുരം, കൊടുങ്ങല്ലൂരിലുള്ളത്. വടക്ക് കോലോത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയുള്ള എത്ര നാടുകളാണ് പെരുമാക്കന്മാരുടെ ഭരണം അംഗീകരിച്ചത്? 14. വടക്ക് കോലോത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയുള്ള എത്ര നാടുകളാണ് പെരുമാക്കന്മാരുടെ ഭരണം അംഗീകരിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ 14 പേരാണ് അംഗീകരിച്ചിരുന്നത്. കേരളത്തിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിതമായത് ആരുടെ കാലഘട്ടത്തിലാണ്? പെരുമാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. കേരളത്തിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിതമായത് ആരുടെ കാലഘട്ടത്തിലാണ്? പെരുമാക്കന്മാരുടെ. മഹോദയപുരം അടിസ്ഥാനമാക്കി ഭരിച്ച പെരുമാക്കന്മാരുടെ കാലഘട്ടം CE 800 മുതൽ 1122 വരെയാണ്. മഹോദയപുരം അടിസ്ഥാനമാക്കി ഭരിച്ച പെരുമാക്കന്മാരുടെ ഭരണകാലഘട്ടം CE 800 മുതൽ 1122 വരെ.
പെരുമാക്കന്മാരുടെ പ്രതിനിധികൾ അറിയപ്പെട്ടിരുന്നത് കോയിലധികാരികൾ എന്നാണ്. പെരുമാക്കന്മാരുടെ പ്രതിനിധികൾ അറിയപ്പെട്ടിരുന്നത് കോയിലധികാരികൾ എന്നാണ്. പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ബ്രാഹ്മണ സമിതി അറിയപ്പെട്ടിരുന്നത് നാലുതളി എന്നാണ്. പെരുമാളിനെ ഭരണകാര്യത്തിൽ സഹായിച്ചിരുന്ന ഭരണസമിതി അറിയപ്പെട്ടത് നാലുതളി എന്നാണ്. പെരുമാളിന്റെ സൈനിക കൂട്ടം അറിയപ്പെട്ടത് 1000 എന്നായിരുന്നു. പെരുമാളിന്റെ സൈനിക കൂട്ടം അറിയപ്പെട്ടത് 1000. പെരുമാക്കൾ നികുതികൾ ഈടാക്കിയിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നാടുകള്, നഗരങ്ങള്, ബ്രാഹ്മണ ഗ്രാമങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് പെരുമാക്കൾ നികുതികൾ ഈടാക്കിയിരുന്നത്. മഹോദയപുരത്തെ പെരുമാക്കന്മാരിൽ ആദ്യത്തെയാൾ രാജശേഖരനാണ്. മഹോദയപുരത്തെ പെരുമാക്കന്മാരിൽ ആദ്യത്തെയാൾ രാജശേഖരൻ. മഹോദയപുരത്തെ പെരുമാക്കന്മാരിൽ അവസാനത്തെയാൾ രാമകുലശേഖരനാണ്. മഹോദയപുരത്തെ പെരുമാക്കന്മാരിൽ അവസാനത്തെയാൾ രാമകുലശേഖരൻ. പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ച കാലഘട്ടം CE 12-ാം നൂറ്റാണ്ടോടെ. പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ച കാലഘട്ടം CE 12-ാം നൂറ്റാണ്ടോടെ. സ്വതന്ത്രമായ നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങൾ അറിയപ്പെട്ടിരുന്നത് നാടുവാഴി സ്വരൂപങ്ങൾ എന്നാണ്. സ്വതന്ത്രമായ നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങൾ അറിയപ്പെട്ടത് നാടുവാഴി സ്വരൂപങ്ങൾ എന്നാണ്. പ്രധാന നാടുവാഴി സ്വരൂപങ്ങളിലൊന്നായ കോല സ്വരൂപത്തിന്റെ ആസ്ഥാനം കോലോത്തുനാടാണ്. പ്രധാന നാടുവാഴി സ്വരൂപങ്ങളിലൊന്നായിട്ടുള്ള കോല സ്വരൂപത്തിന്റെ ആസ്ഥാനം കോലോത്തുനാട്. നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം ഏറനാടാണ്. നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം ഏറനാട്. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കൊച്ചി. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കൊച്ചി. തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ ആസ്ഥാനം വേണാടാണ്. തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ ആസ്ഥാനം വേണാട്. മരുമക്കത്തായ സ്വയംഭരണാവകാശമുള്ള തറവാടുകൾ അറിയപ്പെട്ടിരുന്നത് സ്വരൂപങ്ങൾ എന്നാണ്. മരുമക്കത്തായ സ്വയംഭരണാവകാശമുള്ള തറവാടുകൾ അറിയപ്പെട്ടിരുന്നത് സ്വരൂപങ്ങൾ എന്നാണ്. പോർച്ചുഗീസുകാരെയും ഡച്ചുകാരും പോർച്ചുഗീസുകാരും കച്ചവടത്തിനായി കേരള തീരത്തെത്തിയ നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടാണ്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും കച്ചവടത്തിനായി കേരള തീരത്തെത്തിയ നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടാണ്. 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ കേരളത്തിലേക്ക് പടനയിച്ച മൈസൂർ ഭരണാധികാരികളാണ് ടിപ്പു സുൽത്താനും ഹൈദരലിയും. 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കേരളത്തിലേക്ക് പടനയിച്ച മൈസൂർ ഭരണാധികാരികളാണ് ടിപ്പു സുൽത്താൻ, ഹൈദരാലി എന്നിവർ. ഹൈദരാലിയും പുത്രൻ ടിപ്പു സുൽത്താനും മലബാറിൽ ഭരണം നടത്തിയിരുന്ന കാലയളവ് 1766 to 1792 ആണ്. ഹൈദരാലിയും ടിപ്പു സുൽത്താനും മലബാറിൽ ഭരണം നടത്തിയിട്ടുള്ള കാലയളവ് 1766 മുതൽ 1792 വരെയാണ്. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വായിച്ചു പോവാം. നെടിയിരുപ്പും കോലസ്വരൂപവും മറ്റു ചെറു സ്വരൂപങ്ങൾ ഇവരുടെ അധീനതയിലായി. നെടിയിരുപ്പ് സ്വരൂപവും കോലസ്വരൂപവും മറ്റ് വിവിധങ്ങളായിട്ടുള്ള ചെറു സ്വരൂപങ്ങളും ഇവരുടെ അധീനതയിലായി. മിക്ക നാടുവാഴികളും ദേശവാഴികളും വേണാട്ടിലേക്ക് ഈ മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണത്തിന്റെ ഫലമായിട്ട് പലായനം ചെയ്തു. മൈസൂർ സുൽത്താൻമാരുടെ പരമാധികാരം അംഗീകരിച്ച സ്വരൂപമായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം. മൈസൂർ സുൽത്താൻമാരുടെ പരമാധികാരം അംഗീകരിച്ചിട്ടുള്ള ഒരു സ്വരൂപമായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം. മധ്യകാല കേരളത്തിൽ ആരുടെ ഭരണകാലത്താണ് കേരളം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 മേഖലകളായിട്ട് മാറിയത്?
അത് മൈസൂർ സുൽത്താൻമാരുടെ കാലത്താണ്. മധ്യകാല കേരളത്തില് ആരുടെ ഭരണകാലത്താണ് കേരളം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 മേഖലകളായി മാറിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈസൂർ സുൽത്താൻമാരുടെ കാലത്താണ്. 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മധ്യ കേരളത്തിൽ ടിപ്പുവിന്റെ പരാജയത്തിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് വായിച്ചു പോവാം. ടിപ്പുവിന്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ കീഴിലായി. സ്വതന്ത്ര ഭരണാധികാരികൾ എന്ന നിലയിലുള്ള നാടുവാഴി സ്വരൂപങ്ങളുടെ അധികാരം മലബാറിൽ അവസാനിച്ചു. തിരുവിതാംകൂറും കൊച്ചിയും എന്ത് ചെയ്തു? നാട്ടുരാജ്യങ്ങളായി തന്നെ തുടരുകയാണ് ഉണ്ടായത്. വേണാടിനെ ആധുനികതയിലേക്കും അതോടൊപ്പം വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യവുമാക്കി മാറ്റിയ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. വേണാടിനെ ആധുനികതയിലേക്കും അതോടൊപ്പം വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യവുമാക്കി മാറ്റിയിട്ടുള്ള ഭരണാധികാരി ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തമായ നാട്ടുരാജ്യമായി തിരുവിതാംകൂർ വളർന്നു വന്ന നൂറ്റാണ്ടാണ് 18-ാം നൂറ്റാണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തമായ നാട്ടുരാജ്യങ്ങളായി തിരുവിതാംകൂർ വളർന്നു വന്ന നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടാണ്. മധ്യകാല കേരളത്തിലെ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അറിയപ്പെടുന്നത് ചേരിക്കൽ എന്നാണ്. മധ്യ കേരളത്തിലെ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അറിയപ്പെടുന്നത് ചേരിക്കൽ എന്നാണ്. മധ്യകാല കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ദേവസ്വം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മധ്യകാല കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അറിയപ്പെട്ടിരുന്നത് ദേവസ്വം എന്നായിരുന്നു. മധ്യകാല കേരളത്തിലെ ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസ്വം എന്നാണ്. മധ്യകാല കേരളത്തിലെ ബ്രാഹ്മണന്മാരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസ്വം എന്നാണ്. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ അറിയപ്പെട്ട മറ്റൊരു പേരാണ് ഊരാളർ. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ അറിയപ്പെട്ട മറ്റൊരു പേര് ഊരാളർ. ദേവസ്വം ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നത് കാരാളർ എന്നായിരുന്നു. ദേവസ്വം ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നത് കാരാളർ എന്നായിരുന്നു. മധ്യകാല കേരളത്തിൽ തലമുറകളിലൂടെ കൈമാറി വന്ന ഭൂമി അറിയപ്പെട്ടത് ജന്മം എന്നായിരുന്നു. മധ്യകാല കേരളത്തിൽ തലമുറകളിലൂടെ കൈമാറി വന്ന ഭൂമി അറിയപ്പെട്ടത് ജന്മം. മധ്യകാല കേരളത്തിൽ തലമുറകളിലൂടെ കൈമാറി വന്ന ഭൂമിയിൽ അവകാശമുള്ളവർ അറിയപ്പെട്ടിരുന്നത് ജന്മി എന്നായിരുന്നു. മധ്യകാല കേരളത്തിൽ തലമുറകളിലൂടെ കൈമാറി വന്ന ഭൂമിയിൽ ഉടമസ്ഥാവകാശമുള്ളവർ അറിയപ്പെട്ടത് ജന്മി എന്നായിരുന്നു. ജന്മിമാരുടെ കാലത്ത് വലിയ രീതിയിൽ പ്രചാരം നേടിയിട്ടുള്ള പാട്ട സമ്പ്രദായമാണ് വെറും പാട്ട സമ്പ്രദായം. ജന്മിമാരുടെ കാലത്ത് വലിയ രീതിയിൽ പ്രചാരം നേടിയ പാട്ട സമ്പ്രദായമാണ് വെറും പാട്ട സമ്പ്രദായം. ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകണമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമി അറിയപ്പെടുന്നതാണ് വെറും പാട്ടം. ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകണമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമി അറിയപ്പെടുന്നതാണ് വെറും പാട്ടം എന്നുള്ളത്. പെരുമാൾ കാലത്തിന് ശേഷം വലിയ പ്രചാരം നേടിയ പണയപ്പാട്ട വ്യവസ്ഥയാണ് കാണം, ഒറ്റി എന്നിവ. കാണം, ഒറ്റി എന്നീ പാട്ട സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കി പോവാം. പാട്ടഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യുവാനോ കുടിയാന് അവകാശമുണ്ടായിരുന്നില്ല. കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷ തൈകളെ പാട്ടം കണക്കാക്കുന്നതിൽ നിന്നും ജന്മിമാർ ഒഴിവാക്കിയിരുന്നു. ഈ നികുതി ഇളവ് അറിയപ്പെട്ടിരിക്കുന്നത് കുഴിക്കാണം എന്നായിരുന്നു. കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷ തൈകളെ പാട്ടം കണക്കാക്കുന്നതിൽ നിന്നും ജന്മിമാർ ഒഴിവാക്കിയിരുന്നു. ഈ നികുതി ഇളവ് അറിയപ്പെട്ടിരുന്നത് കുഴിക്കാണം എന്നായിരുന്നു.
മധ്യകാല കേരളത്തിൽ ഭൂസർവേ നടത്തി ഓരോ ഭൂമിയും ഏക്കർ, സെന്റ് എന്നിവ തിരിച്ച് സർവേ നമ്പർ കൊടുത്ത് രേഖപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു. മധ്യകാല കേരളത്തിൽ ഭൂസർവേ നടത്തി ഓരോ ഭൂമിയും ഏക്കർ, സെന്റ് എന്നിവ തിരിച്ച് സർവേ നമ്പർ കൊടുത്ത് രേഖപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാല് ബ്രിട്ടീഷുകാരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മധ്യകാല കേരളത്തിലെ കൊച്ചിയിലെ ഭൂസർവേ അറിയപ്പെട്ടിരുന്നത് കേട്ടെഴുത്ത് എന്നാണ്. മധ്യകാല കേരളത്തിലെ കൊച്ചിയിലെ ഭൂസർവേ അറിയപ്പെട്ടിരുന്നത് കേട്ടെഴുത്ത്. മധ്യകാല കേരളത്തിൽ തിരുവിതാംകൂറിലെ ഭൂസർവേ അറിയപ്പെട്ടിരുന്നത് കണ്ടെഴുത്ത് എന്നാണ്. കൊച്ചിയില് കേട്ടെഴുത്ത്. മധ്യകാല കേരളത്തിൽ തിരുവിതാംകൂറിൽ ഭൂസർവേ അറിയപ്പെട്ടിരുന്നത് കണ്ടെഴുത്ത് എന്നാണ്. മധ്യകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാന നെൽവിത്തിനങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. തവളക്കണ്ണൻ, ആര്യങ്കാളി, ഒറ്റമുണ്ടൻ, കോഴിവാലൻ, ഏച്ചിലാടൻ, കറുത്തേടക്കർ, കോമള, പെരിയവിത്ത്, നഗര, കൊയ്യാള, വെളുത്ത കൊയ്യാള, കരുവാള, വില്ലൻ, എറയൽ, കവുങ്ങും, പൂതാള എന്നിവയാണ് മധ്യകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാന നെൽവിത്തിനങ്ങൾ എന്ന് ഓർത്തിരിക്കുക. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെട്ടിരുന്നത് ഇടവപ്പാതി എന്നായിരുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെട്ടിരുന്നത് ഇടവപ്പാതി. വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം. മധ്യകാല കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന തൊഴിൽ കൂട്ടങ്ങളാണ് കൃഷിയും കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ, കരകൗശല ലോഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ, കച്ചവടവുമായി ബന്ധപ്പെട്ടവർ, തുണിനെയ്ത്ത്, എണ്ണയാട്ടൽ എന്നിവയുമായി ബന്ധപ്പെട്ടവർ, ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടവർ, നാടുവാഴി സ്വരൂപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ. മധ്യകാല കേരളത്തിലെ ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവരായിരുന്നു അടിയാളർ. മധ്യകാല കേരളത്തിലെ ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവരായിരുന്നു അടിയാളർ എന്ന് പറയുന്നത്. ജനസമൂഹത്തെ ജാതി തിരിച്ച് രേഖപ്പെടുത്താൻ ആരംഭിച്ച നൂറ്റാണ്ടായിരുന്നു 19-ാം നൂറ്റാണ്ട്. ജനസമൂഹത്തെ ജാതി തിരിച്ച് രേഖപ്പെടുത്താൻ ആരംഭിച്ച നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട്. മധ്യകാല കേരളത്തിലെ ജാതി ശ്രേണിയിൽ ഏറ്റവും മുകൾ തട്ടിലുള്ളവരായിരുന്നു ബ്രാഹ്മണർ. മധ്യകാല കേരളത്തിലെ ജാതി ശ്രേണിയിൽ ഏറ്റവും മുകൾ തട്ടിലുള്ളവരായിരുന്നു ബ്രാഹ്മണർ. മധ്യകാലത്തെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായിനി, മടായി, വളപട്ടണം എന്നീ പ്രദേശങ്ങളായിരുന്നു. മധ്യകാലത്തെ പ്രധാന കച്ചവട കേന്ദ്രങ്ങള് കൊല്ലം, കൊടുങ്ങല്ലൂര്, കോഴിക്കോട്, പന്തലായിനി, മഠായി, വളപട്ടണം എന്നിവയായിരുന്നു. മധ്യകാല കേരളത്തിലെ പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങളായിരുന്നു ചന്തകളും അങ്ങാടികളും. മധ്യകാല കേരളത്തിലെ പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങളായിരുന്നു ചന്തകളും അങ്ങാടികളും. പ്രാദേശിക കച്ചവട കേന്ദ്രത്തിലൂടെ കൈമാറ്റം ചെയ്ത വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നെല്ല്, അരി, വെറ്റില, മീന്, പയറുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെയാണ്. പ്രാദേശിക കച്ചവട കേന്ദ്രത്തിലൂടെ കൈമാറ്റം ചെയ്ത വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെല്ല്, അരി, വെറ്റില, മീന്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ്. തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗ, ഒഡീസ തുടങ്ങിയ പ്രദേശങ്ങൾ മധ്യകാല കേരളത്തിലെ ഏതു തരം കച്ചവടത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ദൂരദേശ കച്ചവടത്തിന് ഉദാഹരണമാണ്. തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങൾ മധ്യകാല കേരളത്തിലെ ഏതു തരം കച്ചവട കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ദൂരദേശ കച്ചവടം. മധ്യകാല കേരളത്തിലെ ദൂരദേശ കച്ചവടക്കാർ തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു. മധ്യകാല കേരളത്തിലെ ദൂരദേശ കച്ചവടക്കാർ തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു. ദൂരദേശ കച്ചവടത്തിന്റെ ഭാഗമായി മധ്യകാല കേരളത്തിലേക്ക് കൊണ്ടുവന്ന വിഭവങ്ങളാണ് അരി, മുളക്, പരുത്തി, കുതിരകൾ തുടങ്ങിയവയൊക്കെ.
മധ്യകാല കേരളത്തിലെ പ്രധാന വിദേശ കച്ചവടക്കാർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അറബികൾ, ചൈനക്കാർ, യൂറോപ്യന്മാർ തുടങ്ങിയവരൊക്കെയാണ്. വിദേശ കച്ചവടത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന വിഭവങ്ങൾ: സ്വർണം, ചെമ്പ്, ചീനപ്പട്ട്, ചീനക്കളിമണ്ണ് എന്നിവയൊക്കെ ആയിരുന്നു. വിദേശ കച്ചവടത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന വിഭവങ്ങളാണ് സ്വർണം, ചെമ്പ്, ചീനപ്പട്ട്, ചീനക്കളിമൺ തുടങ്ങിയവയൊക്കെ. മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ടുവരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവ. മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ടുവരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവയൊക്കെ. പോർച്ചുഗീസുകാർ എത്തുന്നതുവരെ മലബാറിലെ പ്രധാന കച്ചവടക്കാരായിരുന്നു അറബികളും ചൈനക്കാരും. പോർച്ചുഗീസുകാർ എത്തുന്നതുവരെ മലബാറിലെ പ്രധാന കച്ചവടക്കാരായിരുന്നു അറബികളും ചൈനക്കാരും. മധ്യകാലഘട്ടത്തിൽ കച്ചവടത്തിലൂടെ വിവിധ സംസ്കാരങ്ങളുടെ കൈമാറ്റവും നടന്നിരുന്നു. ഇതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കി പോവാം. ബ്രാഹ്മണരും ജൈന ബുദ്ധമത വിഭാഗങ്ങളും ക്രൈസ്തവ ഇസ്ലാം മതങ്ങളും കേരളത്തിൽ വ്യാപിച്ചു. നാടുവാഴികൾ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമിയും മറ്റും ദാനമായിട്ട് അന്ന് നൽകി. ജൈന, ബുദ്ധ, ജൂത, ക്രൈസ്തവ ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ടവർക്കും നാടുവാഴികൾ പലതരത്തിലുള്ള അവകാശങ്ങൾ നൽകി പോന്നിരുന്നു. മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രചിച്ച കൃതി ഏതാന്ന് ചോദിച്ചാൽ തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. ഇത് 16-ാം നൂറ്റാണ്ടിലാണ് രചിച്ചിട്ടുള്ളത്. മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രചിച്ച കൃതി തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബിയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി. പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളും ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നുള്ളത്. പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളും ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ഡിതർ കണക്കാക്കുന്ന കൃതി തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. തപോധനർ വാണിടുമ്പോ ശ്രമങ്ങളിൽ വസിച്ചിടും വന്യമൃഗങ്ങൾ എന്ന പോൽ പരസ്പരം ഭിന്നതയാർന്ന ദേവതാഗണം ബസിലൈക്യ മുടുപുരത്തിലായി ഏത് കൃതിയിലെ വരികളാണ് എന്ന് ചോദിച്ചാൽ മൂഷക വംശകാവ്യത്തിലെ വരികളാണ് ഇത്. വരികളെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മൂഷക വംശകാവ്യം രചിക്കപ്പെട്ട നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ടാണ്. മൂഷക വംശകാവ്യം രചിക്കപ്പെട്ട നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ട്. കോലോത്തുനാട് കേന്ദ്രമാക്കി മൂഷകവംശം ഭരിച്ച നൂറ്റാണ്ട് ഏതാന്ന് ചോദിച്ചാൽ 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയാണ്. കോലോത്തുനാട് കേന്ദ്രമാക്കി മൂഷകവംശം ഭരിച്ച നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ ആദ്യത്തെ രാജവംശാവലി ചരിത്രമായി കണക്കാക്കുന്ന കൃതിയാണ് മൂഷകവംശം. കേരളത്തിലെ മൂഷകവംശകാവ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ ആദ്യത്തെ രാജവംശാവലി ചരിത്രമായി കണക്കാക്കുന്ന കൃതി മൂഷകവംശകാവ്യം. മൂഷകവംശകാവ്യം എഴുതിയത് അതുലനാണ്. മൂഷകവംശകാവ്യം എഴുതിയിട്ടുള്ളത് അതുലൻ. മൂഷകവംശകാവ്യം എഴുതിയ അതുലൻ ആരുടെ കൊട്ടാരം കവിയാണ് എന്ന് ചോദിച്ചാൽ ശ്രീകണ്ഠന്റെ കൊട്ടാര കവിയായിരുന്നു. മൂഷകവംശം എഴുതിയ അതുലൻ ആരുടെ കൊട്ടാരം കവിയാണ് എന്ന് ചോദിച്ചാൽ ശ്രീകണ്ഠന്റെ കൊട്ടാരം കവിയായിരുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങൾ അറിയപ്പെടുന്നത് പാലിയം ചെപ്പേട് എന്നാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങൾ അറിയപ്പെടുന്നത് പാലിയം ചെപ്പേട് എന്നാണ്.
CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറൻ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ദാനം ചെയ്തതായി ബന്ധപ്പെട്ട ശാസനങ്ങൾ അറിയപ്പെടുന്നത് തിരുമണ്ണൂർ ശാസനം എന്നാണ്. CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറൻ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ദാനം ചെയ്തതായി ബന്ധപ്പെട്ട ശാസനങ്ങളാണ് തിരുമണ്ണൂർ ശാസനം എന്ന് പറയുന്നത്. മധ്യകാല കേരളത്തിൽ പെരുമാർ കാലത്ത് നിലനിന്നിരുന്ന ഒരു പെരുമാറ്റച്ചട്ടമായിരുന്നു മൂഴിക്കുളം കച്ചം. മധ്യകാല കേരളത്തിൽ പെരുമാളിന്റെ കാലത്ത് നിലനിന്നിരുന്ന ഒരു പെരുമാറ്റച്ചട്ടമായിരുന്നു മൂഴിക്കുളം കച്ചം എന്നുള്ളത്. മൂഴിക്കുളം കച്ചം പ്രധാനമായും ബാധകമായിരുന്നത് ബ്രാഹ്മണരും ക്ഷേത്രവും അടങ്ങുന്ന സമൂഹത്തിനായിരുന്നു. മൂഴിക്കുളം കച്ചം പ്രധാനമായും ബാധകമായിരുന്നത് ബ്രാഹ്മണരും ക്ഷേത്രവും അടങ്ങുന്ന സമൂഹത്തിന്. മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന വിവിധ തരത്തിലുള്ള മര്യാദകളായിരുന്നു ദേശമര്യാദ, സ്വരൂപ മര്യാദ, തൊഴിൽ മര്യാദ, ശൂദ്ര മര്യാദ എന്നിവ. പഴയ നാട്ടുവഴക്കങ്ങൾ മാറി കേരളത്തിൽ ഒരു ഏകീകൃത നിയമങ്ങൾ നിലവിൽ വന്ന നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടാണ്. പഴയ നാട്ടുവഴക്കങ്ങൾ മാറി കേരളത്തിൽ ഒരു ഏകീകൃത നിയമങ്ങൾ നിലവിൽ വന്ന നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട്. മധ്യകാല കേരളത്തിലെ വേദപഠന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ശാലകൾ എന്നായിരുന്നു. മധ്യകാല കേരളത്തിലെ വേദപഠന കേന്ദ്രങ്ങൾ ശാലകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മധ്യകാല കേരളത്തിലെ പ്രധാന വേദപഠന ശാലകളായിരുന്നു കാന്തള്ളൂർ ശാല, മുഴിക്കുളം ശാല, തിരുവല്ല ശാല, പാർത്ഥിവപുരം ശാല എന്നിവ. മധ്യകാല കേരളത്തിലെ പ്രധാന വേദപഠന ശാലകളാണ് കാന്തള്ളൂർ ശാല, മുഴിക്കുളം ശാല, തിരുവല്ല ശാല, പാർത്ഥിവപുരം ശാല എന്നിവ. കാന്തള്ളൂർ ശാല നിലവിൽ വന്ന സമയത്തെ ആയി രാജാവ് കരുന്തടക്കനായിരുന്നു. കാന്തള്ളൂർ ശാല നിലവിൽ വന്ന സമയത്തെ ആയി രാജാവ് കരുനന്തടക്കൻ ആയിരുന്നു. മധ്യകാല കേരളത്തിൽ വേദപഠനശാലകളിൽ വേദങ്ങൾക്ക് പുറമെ ഉണ്ടായിരുന്ന പഠന വിഷയങ്ങളാണ് ഭാഷ, വ്യാകരണം, തത്വചിന്ത, നിയമം, ശാസ്ത്രം, ആയുർവിദ്യ എന്നിവ. മധ്യകാല കേരളത്തിലെ വേദപഠനശാലകളിൽ വേദങ്ങൾക്ക് പുറമെ ഉണ്ടായിരുന്ന പഠന വിഷയങ്ങളാണ് ഭാഷ, വ്യാകരണം, തത്വചിന്ത, നിയമം, ശാസ്ത്രം, ആയുധവിദ്യ എന്നിവ. മധ്യകാലത്തെ മലയാള ഭാഷയെ സ്വാധീനിച്ച മറ്റു ഭാഷകളായിരുന്നു സംസ്കൃതവും തമിഴും. മധ്യകാലത്തെ മലയാള ഭാഷയെ സ്വാധീനിച്ച മറ്റു ഭാഷകളാണ് സംസ്കൃതവും തമിഴും. മധ്യകാല കേരളത്തിൽ 9-ാം നൂറ്റാണ്ട് മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടെഴുത്തിൽ എഴുതിയ ലിഖിതങ്ങൾക്ക് ഉദാഹരണമാണ് തരിസാപ്പള്ളിയും തിരുനെല്ലിയും. മധ്യകാല കേരളത്തിൽ 9-ാം നൂറ്റാണ്ട് മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടെഴുത്തിൽ എഴുതിയ ലിഖിതങ്ങൾക്ക് ഉദാഹരണമാണ് തരിസാപ്പള്ളിയും തിരുനെല്ലിയും എന്നുള്ളത് ഓർത്തിരിക്കുക. മലയാളത്തിലെ ആദ്യകാല കൃതിയായ രാമചരിതം രചിക്കപ്പെട്ട നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ടാണ്. മലയാളത്തിലെ ആദ്യകാല കൃതിയായ രാമചരിതം രചിക്കപ്പെട്ട നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട്. മണിപ്രവാള സാഹിത്യകൃതികൾ രചിക്കപ്പെട്ട നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടാണ്. മണിപ്രവാള സാഹിത്യകൃതികൾ രചിക്കപ്പെട്ട നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട്. മണിപ്രവാള കൃതികളാണ് ഉണ്ണിനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, വൈശികതന്ത്രം, അനന്തപുരവർണ്ണനം എന്നിവ. മണിപ്രവാള കൃതികളായിരുന്നു ഉണ്ണിനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, വൈശികതന്ത്രം, അനന്തപുരവർണ്ണനം എന്നിവ. ഏതൊക്കെ ഭാഷയുടെ സംയോജനമാണ് മണിപ്രവാള സാഹിത്യകൃതികളിൽ കാണുന്നത്? മലയാളവും സംസ്കൃതവും. ഏതൊക്കെ ഭാഷയുടെ സംയോജനമാണ് മണിപ്രവാള കൃതികളിൽ കാണുന്നത്? മലയാളവും സംസ്കൃതവുമാണ് കാണാൻ കഴിയുക നമുക്ക്. 15-ാം നൂറ്റാണ്ടിൽ നിരണം കവികളിൽ ഉൾപ്പെട്ട രാമപ്പണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ കൃതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാമായണം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം എന്നിവയാണ്.
15-ാം നൂറ്റാണ്ടിൽ നിരണം കവികളിൽ ഉൾപ്പെട്ട രാമപ്പണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ കൃതികൾ രാമായണം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം എന്നിവയാണ്. കൃഷ്ണഗാഥയുടെ രചയിതാവ് ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥയുടെ രചയിതാവ് ചെറുശ്ശേരി. 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ജ്ഞാനപ്പന, ശ്രീകൃഷ്ണ കർണാമൃതം തുടങ്ങിയ രചനകളുടെ കർത്താവ് പൂന്താനം നമ്പൂതിരിയാണ്. 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ജ്ഞാനപ്പന, ശ്രീകൃഷ്ണ കർണാമൃതം തുടങ്ങിയ രചനകളുടെ കർത്താവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂന്താനം നമ്പൂതിരിയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയ ഭക്തി സാഹിത്യ കൃതികൾ എഴുതിയിട്ടുള്ളത് എഴുത്തച്ഛനായിരുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയ ഭക്തി സാഹിത്യ കൃതികൾ എഴുതിയത് എഴുത്തച്ഛൻ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ പ്രചാരത്തിലായ നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ പ്രചാരത്തിലായ നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവ് രാമപുരത്തു വാര്യറാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവ് രാമപുരത്ത് വാര്യർ. മധ്യകാല കേരളത്തിലെ പോർവീരന്മാരെ പ്രകീർത്തിക്കുന്ന വായ്മൊഴിപ്പാട്ടുകൾ അറിയപ്പെടുന്നത് വടക്കൻ പാട്ടുകൾ എന്നാണ്. മധ്യകാല കേരളത്തിലെ പോർവീരന്മാരെ പ്രകീർത്തിക്കുന്ന വായ്മൊഴിപ്പാട്ടുകൾ അറിയപ്പെടുന്നത് വടക്കൻ പാട്ടുകൾ എന്നാണ്. തച്ചോളി ഒതേനനെ പുകഴ്ത്തുന്ന തച്ചോളിപ്പാട്ടും ആരോമൽ ചേകവരെ പുകഴ്ത്തുന്ന പുത്തൂരാം പാട്ടും ഏതു തരം വായ്മൊഴിപ്പാട്ടുകൾക്ക് ഉദാഹരണമാണ്? വടക്കൻ പാട്ടുകൾക്ക് ഉദാഹരണമാണ്. തച്ചോളി ഒതേനനെ പുകഴ്ത്തുന്ന തച്ചോളിപ്പാട്ടും ആരോമൽ ചേകവരെ പുകഴ്ത്തുന്ന പുത്തൂരാം പാട്ടും ഏതു തരം വായ്മൊഴി പാട്ടുകൾക്ക് ഉദാഹരണമാണ്? വടക്കൻ പാട്ടുകൾക്ക് ഉദാഹരണമാണ്. മധ്യകാല കേരളത്തിൽ ദേശചരിത്രം, വിവാഹം, ദേവതാ സങ്കല്പങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉൾപ്പെട്ട വായ്മൊഴി പാട്ടുകൾ അറിയപ്പെടുന്നത് തെക്കൻ പാട്ടുകൾ എന്നാണ്. മധ്യകാല കേരളത്തിൽ ദേശചരിത്രം, വിവാഹം, ദേവതാ സങ്കല്പങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉൾപ്പെട്ട വായ്മൊഴി പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ. ഇരവിക്കുട്ടിപ്പിള്ളപ്പോരുപാട്ട്, പഞ്ചവങ്കാട്ട്, നീലിപ്പാട്ട് തുടങ്ങിയവ മധ്യകാല കേരളത്തിലെ ഏതുതരം വായ്മൊഴി പാട്ടുകൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാല് തെക്കൻ പാട്ടുകൾക്ക് ഉദാഹരണമായിരുന്നു എന്ന് ഓർത്തിരിക്കുക. തെയ്യം, തിറ തുടങ്ങിയ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വായ്മൊഴി പാട്ടുകൾ അറിയപ്പെടുന്നത് തോറ്റം പാട്ടുകൾ എന്നാണ്. തെയ്യം, തിറ തുടങ്ങിയ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വായ്മൊഴി പാട്ടുകൾ അറിയപ്പെടുന്നത് തോറ്റം പാട്ടുകൾ എന്നായിരുന്നു. കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ കൂട്ടമായി പാടിയിരുന്ന പാട്ടുകൾ അറിയപ്പെടുന്നത് കൊയ്ത്തുപാട്ടുകൾ എന്നാണ്. കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ കൂട്ടമായി പാടിയിരുന്ന പാട്ടുകൾ അറിയപ്പെടുന്നത് കൊയ്ത്തുപാട്ടുകൾ. പടനയിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട പാട്ടുകൾ അറിയപ്പെടുന്നത് പടപ്പാട്ടുകൾ എന്നാണ്. പടനയിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട പാട്ടുകൾ പടപ്പാട്ടുകൾ എന്നറിയപ്പെട്ടു. കേരളത്തിന്റെ തെക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഏതു ഭാഷയുടെ സ്വാധീനമുണ്ട്? തമിഴ് ഭാഷയുടെ സ്വാധീനമുണ്ട്. കേരളത്തിന്റെ തെക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഏതു ഭാഷയുടെ സ്വാധീനമാണെന്ന് ചോദിച്ചാല് തമിഴ് ഭാഷയുടെ സ്വാധീനമാണ്. കേരളത്തിന്റെ വടക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഏതു ഭാഷയുടെ സ്വാധീനമാണ്? കന്നഡ ഭാഷയുടെ സ്വാധീനമാണ്. കേരളത്തിന്റെ വടക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഏതു ഭാഷയുടെ സ്വാധീനമാണ്? കന്നഡ ഭാഷയുടെ സ്വാധീനമാണ്. അറബികളുടെ സ്വാധീനത്തിന്റെ ഫലമായി കേരളത്തിൽ രൂപം കൊണ്ട വരമൊഴിയാണ് അറബി മലയാളം. അറബികളുടെ സ്വാധീനത്തിന്റെ ഫലമായി കേരളത്തിൽ രൂപം കൊണ്ട വരമൊഴിയാണ് അറബി മലയാളം എന്നുള്ളത്. 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഖാസി മുഹമ്മദിന്റെ അറബി മലയാളത്തിൽ എഴുതിയ കൃതിയാണ് മുഹിയുദ്ദീൻ മാല. 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഖാസി മുഹമ്മദിന്റെ അറബി മലയാളത്തിൽ എഴുതിയ കൃതി മുഹിയുദ്ദീൻ മാലയാണ്.
മണിപ്രവാള കൃതികളുടെ രചന അവസാനിച്ച കാലഘട്ടം 15-ാം നൂറ്റാണ്ട്. മണിപ്രവാള കൃതികളുടെ രചന അവസാനിച്ചിട്ടുള്ള കാലഘട്ടം 15-ാം നൂറ്റാണ്ടാണ്. സംക്ഷേപ വേദാർത്ഥം, പുത്തൻപാന, വർത്തമാന പുസ്തകം തുടങ്ങിയവ ഏതു നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത്? 18-ാം നൂറ്റാണ്ട്. സംക്ഷേപ വേദാർത്ഥം, പുത്തൻപാന, വർത്തമാന പുസ്തകം തുടങ്ങിയവ ഏതു നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത്? 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സംക്ഷേപ വേദാർത്ഥത്തിന്റെ കർത്താവ് ക്ലെമന്റ് പിയാനിയാസ് ആണ്. 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സംക്ഷേപ വേദാർത്ഥത്തിന്റെ കർത്താവ് ക്ലെമന്റ് പിയാനിയാസ്. 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പുത്തൻപാനയുടെ രചയിതാവ് അർണോസ് പാതിരി എന്നാണ്. അർണോസ് പാതിരിയാണ് രചിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പുത്തൻപാനയുടെ രചയിതാവ് അർണോസ് പാതിരി. 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് പാറേ മാക്കൽ തോമാ കത്തനാറാണ്. 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് പാറേമാക്കൽ തോമാ കത്തനാരാണ്. മധ്യകേരളത്തിലെ പ്രധാന ഗണിതശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു ശങ്കരനാരായണൻ, സംഗമഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി എന്നിവർ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിത പണ്ഡിതനായിരുന്നു സംഗമഗ്രാമ മാധവൻ എന്നുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിത പണ്ഡിതനാണ് സംഗമഗ്രാമ മാധവൻ എന്നുള്ളത് ഓർത്തിരിക്കുക. മധ്യകാല കേരളത്തിലെ ഗണിത ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരിൽ പ്രമുഖനായ സംഗമഗ്രാമ മാധവന്റെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗണിതശാസ്ത്രത്തിലെ അനന്തശ്രേണികളെ അദ്ദേഹം കണ്ടെത്തി, പൈയുടെ വില കൃത്യതപ്പെടുത്തി, ത്രികോണമിതിയിലും ബീജഗണിതത്തിലും അന്യൂന്യമായ സംഭാവനകൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ മാധവന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വേണുവരോഹം എന്നുള്ളത്. മധ്യകാലത്തിലെ ഗണിതശാസ്ത്ര പണ്ഡിതനായിരുന്ന മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവരുടെ സംഭാവനകൾ ഏതു പേരിലാണ് പാശ്ചാത്യ ലോകത്ത് പ്രസിദ്ധമായത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്. മധ്യകാലത്തിലെ പ്രധാന ഗണിതശാസ്ത്ര പണ്ഡിതനായിരുന്ന മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവരുടെ സംഭാവനകൾ ഏതു പേരിലാണ് പാശ്ചാത്യ ലോകത്ത് പ്രസിദ്ധമായത്? കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിലാണ്. ഇനി കേരളത്തിലെ തനത് കലാരൂപങ്ങൾ രൂപം കൊണ്ടത് മധ്യകാലത്താണ്. അവയ്ക്ക് ഉദാഹരണങ്ങൾ ഒന്ന് നോക്കി പോവാം. മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ, തെയ്യം, പടയണി, ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, ചവിട്ട് നാടകം, പരിചമുട്ടുകളി, ചാക്യാർ കൂത്ത്, കൂടിയാട്ടം എന്നിവയാണ്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ രൂപം കൊണ്ടത് മധ്യകാലത്താണ്. അവയ്ക്ക് ഉദാഹരണങ്ങളായിരുന്നു മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, തെയ്യം, പടയണി, ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, ചവിട്ട് നാടകം, പരിചമുട്ടുകളി, ചാക്യാർ കൂത്ത്, കൂടിയാട്ടം എന്നിവ. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.